കരുവാരകുണ്ട്, കാളികാവ് പഞ്ചായത്തുകളിൽ മഴക്കെടുതി മൂലം നാശം സംഭവിച്ച പ്രദേശങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുസ്തഫ അബ്ദുൽ ലത്തീഫ് സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം മഴ പെയ്ത് വെള്ളം കയറിയ പ്രദേശങ്ങൾ, മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. ഒഴുക്കിൽപ്പെട്ട് പരിക്ക് പറ്റി ചികിത്സയിൽ കഴിയുന്ന യുവാവിനെയും അദ്ദേഹം സന്ദർശിച്ചു. ശക്തമായ മഴയാണ് ഈ പ്രദേശങ്ങളിൽ തുടരുന്നത്. UDF നേതാക്കളായ അഡ്വക്കേറ്റ് ബാദുഷ, ആദിൽ ജഹാൻ, അൻസാർ ചെറി, നിസാർ തങ്ങൾ, PK മുസ്തഫ, റഷീദ്, OP സിദ്ദിഖ്, EP ആഷിഖ്, A ലബീബ്, സിറാജ് കരുവാരകുണ്ട്, മുത്തു മുസ്തഫ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി കരുവാരക്കുണ്ട്, അതുപോലെ തന്നെ കാളികാവ് ഉൾപ്പെടെയുള്ള ഈ മലയോര പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ പ്രദേശം എന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. സ്വാഭാവികമായും മലയോര പ്രദേശം എന്നുള്ള നിലക്ക് ഇങ്ങനെ ശക്തമായ കാലവർഷം വരുമ്പോൾ ഇവിടെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്. ഈ വർഷവും മഴക്കെടുതി കാര്യമായി ഉണ്ടായി എന്ന് പറയാൻ വയ്യ. പക്ഷെ എന്നിരുന്നാലും ചില പ്രദേശങ്ങളിൽ വെള്ളം കയറിയത് മൂലവും അതോടൊപ്പം തന്നെ ചെറിയ രൂപത്തിലുള്ള മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായി പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആ പ്രദേശങ്ങളിലൊക്കെ പോയി അവിടുത്തെ ആളുകളുടെ പ്രയാസങ്ങൾ കണ്ടു, കേട്ടു. ഇവിടെ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ, ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേകമായി കൺട്രോൾ റൂം തുറന്നുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കാളികാവ് പഞ്ചായത്തിലും സമാനമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ പ്രദേശത്തെ സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ, രാഷ്ട്രീയ യുവജന സംഘടനകളും സന്നദ്ധ സംഘടനകളും എല്ലാവരും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ സന്ദർശിച്ച സ്ഥലങ്ങളിലൊക്കെ ആളുകളും അവർക്ക് ഒരു വലിയ ആശ്വാസമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ആ പ്രയാസം അനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം ഇങ്ങനെ കെടുതികളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരം പ്രയാസങ്ങളൊക്കെ ഉത്തരവാദപ്പെട്ട ആളുകളെ വിളിച്ച് പറഞ്ഞ് അതിന് പരിഹാരം കാണാൻ ഇതിന് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തെ ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ആശ്വാസ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ വേണ്ടി ഇത്തരം ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കും. തീർച്ചയായിട്ടും ഇപ്പൊ നിലവിലുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾക്കൊക്കെ ഏറെക്കുറെ പരിഹാരം കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട പ്രതിവിധികളൊക്കെ ചെയ്തു വരുന്നുണ്ട്. ഇനി ദീർഘകാലാടിസ്ഥാനത്തുള്ള പരിഹാരങ്ങൾ ഉണ്ടാവേണ്ട വിഷയങ്ങളുമുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ പരമാവധി നമുക്ക് ഭരണതലത്തിൽ നിന്നും മറ്റുമൊക്കെയായി നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ കൂട്ടായി നേടിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുകയും